30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ പുരോഗമിക്കുകയാണ്. 15 സിനിമകൾക്കുള്ള പ്രദർശനാനുമതിയാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഒഴിവാക്കിയിരിക്കുന്നത്. അതോടൊപ്പം 4 സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ വലിയ തോതിലാണ് പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്യുന്നത്. എനിക്കൊപ്പം ടാഗോർ തിയേറ്ററിൽ പ്രതിഷേധിക്കുന്ന ചിലർ ചേരുന്നുണ്ട്. സിനിമാ പ്രേമികൾ കൂടിയാണ്. ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം അത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ മെസ്സേജ് കൂടിയാണ്, സന്ദേശം കൂടിയാണ്. അല്ല, ആവിഷ്കാരം എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ജനാധിപത്യ ബോധം കൂടിയാണ്. അത്തരത്തിലേക്കുള്ള കടന്നുകയറ്റങ്ങളെ തീർച്ചയായും ചെറുക്കേണ്ടത് എല്ലാ മേഖലകളിലും, സിനിമാ മേഖലകളെന്നല്ല എല്ലാ മേഖലകളുടെയും അത്യാവശ്യമാണെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് കൾച്ചറൽ ഫോറം കേരള നിൽക്കുന്നത്. വരും ദിവസങ്ങളിലും നിങ്ങൾ ഇത്തരത്തിൽ ഇങ്ങനൊരു സാഹചര്യമാണ്, മേളയിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഇത് ഞങ്ങൾ മാത്രം പ്രതിഷേധിക്കുന്ന ഒരു ഇടമല്ല. ഇന്നലെ ഇവിടെ വലിയ ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി. നാളെയും ഇന്നും തന്നെ ഇനിയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന ജനാധിപത്യ ബോധം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത്ര വലിയ കടന്നുകയറ്റങ്ങളാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിലേക്ക് ഇവർ കടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫാസിസത്തെ, സർവ്വമേഖലകളിലും വ്യാപിക്കുന്ന ഈ ഫാസിസത്തെ നമ്മൾ ചെറുക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണവും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഇതൊരു സ്വാഭാവികമായ പ്രക്രിയ എന്നതിനപ്പുറത്ത് എല്ലാവരിലേക്കും എത്തുന്ന ഒരു ഫാസിസ്റ്റ് നടപടിയായി തന്നെ ഇതിനെ കാണണം. ചില സിനിമകളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അതിൻ്റെ പ്രമേയവും ആശയവും പേരുമൊക്കെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ്റെയോ ഒരു പദ്ധതിയുടെയോ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. നമ്മൾ നിരോധിക്കപ്പെട്ട സിനിമകൾ ഇപ്പോൾ 19 സിനിമകളായിരുന്നു, പിന്നീട് 15 സിനിമകൾ. ഈ 15 സിനിമകളെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ വലിയ റഷ്യൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തിന് ആക്കം കൂട്ടിയ പോംതെഗിൻ പോലുള്ള സിനിമകളും, അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ കാലത്ത് പോലും നിരോധിക്കപ്പെട്ട ഡിക്റ്റാറ്ററും പോലുള്ള സിനിമകൾ നിരോധിക്കുമ്പോൾ തീർച്ചയായും അതിന് സിനിമയെ ഗാഠമായി അറിയേണ്ട കാര്യമില്ല. സാധാരണ സിനിമാ പ്രേക്ഷകർക്ക് പോലും തിരിച്ചറിയാവുന്ന രീതിയിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഇത്തരം സിനിമകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. യഥാർത്ഥത്തിൽ കലയും ആസ്വാദനവും അടിമത്തമല്ല എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൂടിയാണല്ലേ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, കലയും ആസ്വാദനവും മാത്രമല്ല, വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യവും പോലും അടിമത്തമല്ല എന്നുള്ളത് നമ്മുടെ കൃത്യമായ മുദ്രാവാക്യം തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജെയിൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.